അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവ് എന്ന പരമ്പരയുടെ നല്ല ഒരു അത്യുഗ്രൻ പ്രൊമോ വീഡിയോ വന്നിരിക്കുകയാണ്. എന്താ പറയുന്നത്, നമ്മുടെ ശ്രുതിയുടെ എല്ലാ പദ്ധതികളും പണി പാളിയോ എന്ന് ചോദിക്കത്തക്ക രീതിയിലുള്ള ഒരു അടിപൊളി കിടിലൻ പ്രൊമോ വീഡിയോ ആണ് വന്നിരിക്കുന്നത്. നമുക്ക് പ്രൊമോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമേ ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കാം. ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ പ്രൊമോ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അങ്ങനെ എന്താണ്, നമ്മുടെ രേവതി ക്ഷേത്രത്തിൽ പോവുകയാണ്. ക്ഷേത്രത്തിൽ പോകുമ്പോഴത്തേക്ക് അവിടെ പ്രാർത്ഥിച്ച് വഴിപാടൊക്കെ കഴിപ്പിച്ചിട്ട് നമ്മുടെ രേവതി തിരിച്ചിറങ്ങി വരുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ ആദിയും അമ്മയും കൂടി ഇങ്ങനെ വരുന്നത് കാണുകയാണ്. അവരെ കണ്ട ഉടനെ രേവതി അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അതിനുശേഷം നമ്മുടെ രേവതി പറയുകയാണ്, അവർ വിശേഷങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചോദിക്കുന്നു. അതിനുശേഷം നമ്മുടെ രേവതി പറയുകയാണ്, ഇന്ന് എൻ്റെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, എൻ്റെ താലി മാറ്റിക്കെട്ടൽ ഫംഗ്ഷനാണ് നടക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ്. താലി മാറ്റിക്കെട്ടുന്ന ആ ഒരു ചടങ്ങാണ് നടക്കുന്നത് എന്നിങ്ങനെ നമ്മുടെ രേവതി പറയുകയാണ്. നിങ്ങളും കൂടി ആ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. എന്തായാലും നമ്മളിവിടെ വെച്ച് കണ്ടല്ലോ, അതുകൊണ്ട് ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കണം എന്ന് നമ്മുടെ രേവതി നിർബന്ധിച്ച് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ആദിയും അമ്മയും ചെല്ലാമെന്ന് സമ്മതിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചന്ദ്രമതിയും ഭാമയും കൂടി ഇങ്ങനെ അകത്ത് നിൽക്കുമ്പോഴത്തേക്ക് ഒരു ഓട്ടോ വന്ന് ഇറങ്ങുന്ന ശബ്ദം കേൾക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഭാമയെയും കൂട്ടി നമ്മുടെ ചന്ദ്രമതി സിറ്റൗട്ടിലേക്ക് വരികയാണ്. നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ രേവതി ഓട്ടോയിൽ നിന്ന് ഇറങ്ങുകയാണ്. അതിൻ്റെ പിന്നാലെ നമ്മുടെ ആദിയും ആദിയുടെ മുത്തശ്ശിയും കൂടി ഇറങ്ങുന്നത് കാണുകയാണ്. അത് കാണുമ്പോൾ നമ്മുടെ ചന്ദ്രമതിക്ക് ഒട്ടും ദഹിക്കുന്നില്ല. അപ്പോൾ ചന്ദ്രമതി ഭാമയോട് പറയുകയാണ്, നോക്ക് ഭാമേ, ഇപ്പം ഇവളുടെ തന്നിഷ്ടങ്ങളൊക്കെയാണല്ലോ ഇവിടെ നടക്കുന്നത്. കണ്ടില്ലേ, അവളുടെ കുറേ ബന്ധുക്കളെയോ ആരെയൊക്കെയോ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ് എന്നിങ്ങനെ പറയുകയാണ്. അതേ സമയത്ത് തന്നെ അവിടേക്ക് വരികയാണ് നമ്മുടെ ശ്രുതിയും മീരയും കൂടി സ്കൂട്ടിയിലാണ് വരുന്നത്. അപ്പോൾ അവിടെ വന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി മീരയോട് പറയുകയാണ്, മീരെ, നീയും കൂടി ഈ ഫംഗ്ഷനിൽ പങ്കെടുക്ക്, അതിനുശേഷം പോയാൽ പോരെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് മീര പറയുകയാണ്, വേണ്ടടി, ഞാൻ ഇതിനൊന്നും നിൽക്കുന്നില്ല, ഞാൻ നിന്നാലേ ശരിയാവില്ല. നീ ഈ പറഞ്ഞു കൂട്ടുന്ന കള്ളങ്ങളൊക്കെ കേൾക്കുമ്പോഴേ ഞാനിവിടെ ചിലപ്പോൾ ബോധം കെട്ട് വീഴും, അതുകൊണ്ടേ ഞാൻ എൻ്റെ പാട്ടിന് പോകണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മീര അങ്ങ് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ശ്രുതി ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ ആദിയെയും അമ്മയെയുമാണ്. അത് കാണുമ്പോഴത്തേക്ക് ആകെ ഹാലിളവുകയാണ് നമ്മുടെ ശ്രുതിക്ക്. എന്ത് ചെയ്യണം എന്നറിയാത്ത ആ ഒരു വെപ്രാളത്തിൽ നിൽക്കുകയാണ് നമ്മുടെ ശ്രുതി. ഇനി എന്താ സംഭവിക്കുന്നതെന്ന് അറിയണമെങ്കിൽ അതിന് നമ്മൾ നാളെ വരെ കാത്തിരിക്കണം. ഇനി ശ്രുതിയെ അവിടെ വെച്ച് നമ്മുടെ ആദി ഓടിച്ചെന്ന് നമ്മുടെ ശ്രുതിയെ ഇനി കെട്ടിപ്പിടിക്കുമോ, ആൻറ്റീന്ന് വിളിച്ചിട്ട് കെട്ടിപ്പിടിക്കുമോ, ഇനി അവിടെ വെച്ച് ബന്ധം പുതുക്കാനായിട്ട് അമ്മ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമോ, ഇനി എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്നറിയണം എന്നുണ്ടെങ്കിൽ നാളെ വരെ കാത്തിരിക്കണം. അപ്പോൾ നാളെ എല്ലാവരും എൻ്റെ റിവ്യൂ കാണാനായിട്ട് കാത്തിരിക്കണം. അതുപോലെ ഇന്നത്തെ പ്രൊമോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. എന്നിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. അതുമാത്രമല്ല, നമ്മുടെ ചാനൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായും പ്രൊമോ വീഡിയോയും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.